ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്കമോട്ടോ ഡേയ്സ് എപ്പിസോഡ് 5ന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ ഫൈറ്റിന്റെ ബാക്കി തൊട്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ അസാസിന് ആ പെണ്ണുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓരോ 10 സെക്കൻഡിലും എന്നെ ഇടിച്ചാൽ മാത്രമേ ഷിമിനെ വെറുതെ വിടുള്ളൂ പറഞ്ഞുള്ള കരാറിലാണ് അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള ഫൈറ്റ് അധികം നേരം നീണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ കള്ളു കുടിച്ച് കെട്ടൊക്കെ മാറിയപ്പോഴത്തേക്കും അവർ വീണ്ടും സുഹൃത്തുക്കളായി മാറി. ആ സക്കമോത്തോടെ പഴയ രൂപം കണ്ടിട്ട് ഇതുവരെ കൂടോത്രമാണോ മന്ത്രം ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഇടയിലായിരിക്കും സക്കമോത്തോടെ ഒരൊറ്റ പഞ്ചില് കെട്ടിടം പൊളിച്ച് പാർക്കിന്റെ നടുക്കോട്ട് ഇടി കൊണ്ട് അസാസിൻ തെറിച്ചു വീഴുന്നത്. കാരണം സക്കമോത്തോടെ ഇടി ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാനോ പഴയ പോലെയുള്ള ഫൈറ്റോ അല്ല, അദ്ദേഹത്തിന്റെ ഫൈറ്റിംഗ് സ്റ്റൈല് തന്നെ ആകെ മാറിയിരിക്കുന്നു. പഞ്ചിൽ ഒരുപാട് ഫാസ്റ്റ് വരുന്നു, ബോഡി സ്റ്റൈലിംഗ് മാറിയിരിക്കുന്നു. പഴയ കാലത്തെ സക്കമോത്തോ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാല് കൊടുത്ത അടിയെല്ലാം പലിശ സഹിതം തിരിച്ച് അസാസിന് കിട്ടിയ പോലെയാണ് തോന്നുന്നത്. കാരണം എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും സക്കമോത്തോടെ ഇടിച്ച് പഞ്ചിങ് പവർ തടയാനോ സക്കമോത്തോനെ തിരിച്ചൊന്നും ഇടിക്കാനോ സാധിക്കുന്നില്ല. കയ്യിലുണ്ടായിരുന്ന റോക്കറ്റ് പഞ്ച് പോലും സക്കമോത്തോ ഇടിച്ച് പൊട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ സക്കമോത്തോ ആ അസാസിനെ ഇടിച്ച് തോൽപ്പിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് ഷെന്നിനെയും സക്കമോത്തോയുടെ കുടുംബത്തെയും കാണുന്നത്. അവരൊരു പാർക്കിൽ ഒരു കസേരയിൽ അവിടെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ സക്കമോത്തോയുടെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ അബോധാവസ്ഥയിലാണ് കിടത്തിയിരിക്കുന്നത്. ബോധം വന്നപ്പോഴത്തേക്കും അവര് പ്രതാലയത്തിലല്ല പുറത്ത് പാർക്കിലാണ് ഇരിക്കുന്നത് കണ്ട് എന്താ സംഭവിച്ചെന്നറിയാതെ ഭാര്യ ഒരു ഞെട്ടലാണ് ഇരിക്കേണ്ടത്. ഷിന്നിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, നമ്മൾ നേരത്തെ വീട്ടിലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ നമ്മൾ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷിന്ന് പറയും നിങ്ങൾ ഉറക്കത്തിലായത് കാരണം മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ സക്കമോത്തോ സാനെ അന്വേഷിച്ച് വരാമെന്നും പറഞ്ഞ് ഷിന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും സക്കമോത്തോയും അസാസിനും അവിടെ നിന്ന് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിറങ്ങി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഷിന്ന് സക്കമോത്തോയെ കാണുന്നത്. കാരണം തടിച്ചുണങ്ങിയ സക്കമോത്തോ അല്ല, മെലിഞ്ഞുണങ്ങിയ പഴയ സക്കമോത്തോനെയാണ് കാണാൻ പറ്റുന്നത്. ഷിന്ന് ഇത് കണ്ട് അത്ഭുതപ്പെടുകയും എങ്ങനെയാണ് ഇത് സാധിച്ചത്, വല്ലോ മന്ത്രമാണോ അത് മാജിക് ആണോ എന്ന് അറിയാതെ ഷിന്നും ആകെ അത്ഭുതപ്പെട്ട് അന്താളിച്ച് നിൽക്കുന്നു. അപ്പൊ ആ അസാസിന് സക്കമോത്തോനോട് പറയുന്നത് നിന്റെ തലയിലുള്ള ബൗണ്ടി ഇത് പോകണമെങ്കിൽ നീ മരിക്കുക തന്നെ വേണം. ഏതായാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറി, ഇനി ബാക്കിയെല്ലാം നീ നോക്കിക്കോളാം എന്ന് പറയുന്നത്. ഇതൊക്കെ പുറകിൽ നിന്ന് ഭാര്യ കേൾക്കുന്നുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഇത് കേട്ട് ദേഷ്യവും വെറുപ്പുമെല്ലാം തോന്നി. സക്കമോത്തോ ഇത് കണ്ട് പേടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സക്കമോത്തോയും ഭാര്യയും ഷിന്നും ആ അസാസിനും തമ്മിലുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്. കാരണം ഭാര്യ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സക്കമോത്തോ തന്റെ പഴയകാല സ്വഭാവമെല്ലാം വിട്ട് ഇപ്പൊ ശാന്തമായ ജീവിതമായ ഒരു ഫാമിലി മാനെ പോലെയാണ് ജീവിക്കുന്നത് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും സക്കമോത്തോയുടെ തലയിൽ ബൗണ്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും ഒരു ഞെട്ടലുണ്ടായി. അതിനേക്കാൾ ഏറെ വിഷമം എന്ന് പറയുന്നത് സക്കമോത്തോ ഇതൊന്നും ഭാര്യയോട് പറഞ്ഞില്ല. ഭാര്യയ്ക്ക് ഇത് വിഷമം. കാരണം ഇവരുടെ ഫാമിലി റോൾ എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള രഹസ്യങ്ങളും നമ്മൾ ഫാമിലിയിൽ നിന്ന് മറച്ചു വെക്കരുതെന്നായിരുന്നു. പക്ഷെ സക്കമോത്തോ ആ റോള് തെറ്റിച്ചതിനാൽ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ടായി. പക്ഷെ ഇതൊക്കെ വളരെ കോമഡിയോടുള്ള രീതിയിലാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് സക്കമോത്തോയും അസാസിനും തമ്മിൽ യാത്ര പിരിഞ്ഞ് അവിടെ നിന്ന് പിരിയുന്നുണ്ട്. കാരണം സക്കമോത്തോയുടെ തലയിൽ ബൗണ്ടി ഏൽപ്പിച്ചത് ഡോൺ തേങ്കോ എന്ന് പറയുന്ന കമ്പനിയാണ്. കാരണം ഏകദേശം 1 ബില്യൺ എന്നെങ്ങാണ്ടാണ് സക്കമോത്തോയുടെ തലയ്ക്ക് വെച്ചിരിക്കുന്നത്. ആരാണോ കൊല്ലുന്നത് അവർക്ക് ആ പൈസ കിട്ടും. സക്കമോത്തോയുടെ തലയിൽ നിന്ന് ഈ ബൗണ്ടി മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആരാണോ സക്കമോത്തോക്കെതിരെ പരാതി കൊടുത്തത് ആ പരാതിക്കാരനെ കൊണ്ട് തന്നെ സക്കമോത്തോയുടെ പരാതി വിഡ്രോ ചെയ്യിക്കണം. എന്നാൽ മാത്രമേ ബൗണ്ടി വിഡ്രോ ആകത്തുള്ളൂ. ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമത്തിലായിരിക്കും പിന്നീട് സക്കമോത്തോയും ഷിന്നും കൂട്ടിയത്. അങ്ങനെ അന്വേഷണത്തിൽ അവർ എത്തിപ്പെടുന്നത് ഒരു കാസറ്റ് കടയിലാണ്. കാരണം ഒരു CD ഒക്കെ റെന്റൽ ഷോപ്പ് കൊടുക്കുന്ന ഒരു ഷോപ്പിലായിരിക്കും അവിടെ ഇരുന്നത്. പക്ഷെ അതൊരു റെന്റൽ ഷോപ്പ് മാത്രമല്ല, ഇൻഫർമേഷൻ പലതരത്തിലുള്ള അണ്ടർ വേൾഡ് ഇൻഫർമേഷൻസും ഇവിടുന്നായിരിക്കും കൊടുക്കുന്നത്. കാരണം അതൊരു മൂവി രൂപത്തിലായിരിക്കും, സിനിമ രൂപത്തിലായിരിക്കും അവിടുന്ന് വിവരങ്ങൾ ഗ്യാങ്സ്റ്റേഴ്സിനും തഗ്സിനും ഹിറ്റ്മെൻസിനും ഒക്കെ കൈമാറുന്നത്. സക്കമോത്തോ പണ്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ ഇവിടുന്നൊക്കെയായിരുന്നു വിവരങ്ങൾ കിട്ടിയിരുന്നത്. അങ്ങനെ ഡോൺ തേങ്കോ എന്ന് പറയുന്ന ഒരു കാസറ്റ് എടുക്കുകയും ആ കാസറ്റ് അവർ കാണാൻ തുടങ്ങി ചെയ്തു. കാരണം ഡോൺ തേങ്കോ എന്ന കമ്പനിയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ആ മൂവിക്കകത്തുണ്ട്. അങ്ങനെ 2.5 മണിക്കൂർ നീളുന്ന ആ ഒരു മൂവി കാണുകയും മൂവിയെ പറ്റിയുള്ള മുഴുവൻ ഒരു ധാരണ, അതായത് ആ കമ്പനിയെ പറ്റിയുള്ള മുഴുവൻ ധാരണ അവർക്ക് അവിടുന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ കമ്പനി അന്വേഷിച്ച് സക്കമോത്തോയും കൂട്ടരും ഹെഡ്ക്വാർട്ടേഴ്സിൽ, ഡോൺ തേങ്കോ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുന്നുണ്ട്. രഹസ്യമായി അതിനുള്ളിൽ ചെന്ന് ബോസിനെ ഏൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നോ കില്ലിംഗ് പോളിസി ആയതുകൊണ്ട് ആരെയും കൊന്നില്ല, കാണുന്നവരെ എല്ലാം ഇറത്തടിപ്പിച്ച് കൊല്ലുക അല്ലെങ്കിൽ ഇടിച്ച് കെട്ടിയിടുകയാണ് ചെയ്തത്. പക്ഷെ അവര് ബോസിന്റെ റൂമിൽ എത്തിയപ്പോഴേക്കും തറയിൽ ഒരുപാട് തരത്തിലുള്ള ശവശരീരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. നടുക്കായിട്ട് നമ്മുടെ നഗുമോ ഇരിക്കുന്നതും കാണാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സക്കമോത്തോ ചോദിച്ചു എന്താണ് ഇവിടെ ഉണ്ടായത്, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നഗുമോ പറയുന്നുണ്ട്
ഇവരെ എല്ലാം കൊന്നത് ഞാനാണ്. ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരെയും ഇവിടുത്തെ ബോസിനെ ഞാൻ കൊല്ലുകയുണ്ടായി. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് ഞാൻ സക്കമൊത്തയും കൂടെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് മിന്നൽ വേഗത്തിലായിരിക്കും നഗുമ അവിടുന്ന് ഷിന്നിന്റെ അടുത്തേക്ക് ഓടിയെത്തപ്പെടുന്നു. ആ ഒരു നിമിഷത്തിൽ തന്നെ ഷിന്നി വിചാരിച്ചു തന്റെ കഥ കഴിഞ്ഞു. പക്ഷെ അതൊരു പ്രാങ്ക് ആയിരുന്നു ഗൈസ്. കാരണം നഗുമോ ഷിന്നിനെ പറ്റിക്കാൻ വേണ്ടി ഒരു നാടകം മാത്രമായിരുന്നു. അങ്ങനെ നഗുമോ സക്കമോത്തോട് പറയുന്നുണ്ട്, ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ ജാപ്പനീസ് അസാസിൻ അസോസിയേഷനിലെ ഒരാള് 100ഓളം പേര് വരുന്ന കൊലയാളികളെ, അതായത് മെമ്പേഴ്സിനെ കൊന്നു തള്ളിയിട്ടുണ്ട്. ആ കൊല്ലപ്പെടുന്ന സ്ഥലത്തൊക്കെ അയാൾ എക്സ് എന്ന രൂപത്തിലുള്ള ഒരു ചിഹ്നം എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. എന്താണ് അങ്ങേര് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഉറപ്പായിട്ടും നമ്മുടെ അസോസിയേഷന് നേരെയുള്ള ഒരു മെസ്സേജ് ആണ് അയാൾ തരുന്നത്. എന്താണെന്ന് ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് നഗുമോ പറയുന്നുണ്ട്. ഈ സീരിയൽ കില്ലിംഗ് പരമ്പര ആരംഭിച്ചത് സക്കമോത്തോട തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സീരിയൽ കില്ലിംഗ് ആരംഭിച്ചത്. അതുകൊണ്ട് അടുത്ത ടാർഗറ്റ് ഒരു പക്ഷെ സക്കമോത്തയാകാം, നിങ്ങളൊന്ന് കരുതിയിരിക്കണമെന്ന് നഗുമോ സക്കമോത്തയെ വാൺ ചെയ്യുന്നുണ്ട്. അവിടുന്ന് പോയി പിന്നീട് കാണിക്കുന്നത് സക്കമോത്തയും കൂട്ടരും സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്നതാണ്. അവരുടെ പതിവ് ദിവസം പോലെ കടന്നു പോകും. ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസം 3ഓ 4ഓ കൊലയാളികൾ വന്ന് സക്കമോത്തയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെല്ലാം വളരെ രസകരമായി തന്നെ സക്കമോത്തയും കൂട്ടരും നേരിടുന്നു. ഇതോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലായിരിക്കും ഇനി ഹിറ്റ്മാനെ കുറിച്ച് എന്തൊക്കെയാണ് സംഭവിക്കുക, ആരാണ് ഈ അജ്ഞാതനായ കൊലയാളിയെ, എന്താണ് അങ്ങേരുടെ ഉദ്ദേശം, സക്കമോത്തോയോട് എന്താണ് ഇത്ര വൈരാഗ്യം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.